ചരിത്രം പലതവണ പരീക്ഷിച്ച യുദ്ധങ്ങൾ തകർത്തിട്ടും തളരാതെ ഉയർന്നുവന്ന കിഴക്കൻ യൂറോപ്പിന്റെ കരുത്തുറ്റ മണ്ണ് സെർബിയ. ചരിത്രത്തിന്റെ തീപ്പൊരി മുതൽ ബെൽഗ്രേഡിന്റെ ആവേശം വരെ കാണാനും അറിയാനും അനുഭവിക്കാനും ഒരുപാട് കാഴ്ചകൾ സെർബിയ. നമസ്കാരം എല്ലാവർക്കും. ഞാൻ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ ബാൽക്കൺ യാത്രയുടെ 13ാമത്തെ എപ്പിസോഡ് സെർബിയ. ബോസ്നിയയുടെ യാത്ര പറഞ്ഞു ഞങ്ങളുടെ വാഹനം ഇപ്പോൾ സെർബിയൻ അതിർത്തിയിലേക്ക്. ഒരു രാജ്യത്തിന്റെ അവസാന പരിശോധനാ കവാടം പിന്നിടുമ്പോൾ മുന്നിൽ മറ്റൊരു രാജ്യത്തിന്റെ പുതിയ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നു. ഇതാ ബോസ്നിയൻ എക്സിറ്റ് പോയിന്റ്. പാസ്പോർട്ട് പരിശോധനകൾ പൂർത്തിയാക്കിയ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അല്പദൂരം പിന്നിട്ടപ്പോൾ ഇതാ സെർബിയൻ എൻട്രി പോയിന്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു അതിർത്തി കടക്കുമ്പോൾ മാറുന്ന രാജ്യത്തിന്റെ പേർ മാത്രമല്ല, ഭാഷയും സംസ്കാരവും കാഴ്ചയും ചരിത്രവും എല്ലാം പുതിയൊരു അനുഭവമായി മാറുകയാണ്. ബാൽക്കൻ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. സെർബിയ. യൂറോപ്പിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് ബാൽക്കൻ ഉപദ്വീപിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ചരിത്രവും സംസ്കാരവും അതിജീവനത്തിന്റെ കഥകളും ഒരുപോലെ പറയുന്ന മണ്ണാണ്. ഏകദേശം 6.5 മില്യൺ ജനങ്ങളാണ് സെർബിയയിൽ താമസിക്കുന്നത്. തലസ്ഥാനമായ ബെൽഗ്രേഡ് സാവ നദിയും ഡന്യൂബ് നദിയും സംഗമിക്കുന്നിടത്ത് സ്ഥിതി ചെയ്യുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ് അത്. സെർബിയ ഒരു പാർലമെന്ററി റിപ്പബ്ലിക്കാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. പ്രസിഡന്റ് രാജ്യത്തിന്റെ തലവനും പ്രധാനമന്ത്രി സർക്കാരിന്റെ തലവനുമാണ്. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ സെർബിയൻ സിറിലിക് ലിപിയാണ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. അതേസമയം ലാറ്റിൻ ലിപിയും ദൈനംദിന ജീവിതത്തിൽ വ്യാപകമായി തന്നെ കാണാൻ സാധിക്കും. സെർബിയയുടെ കറൻസി പറയുകയാണെങ്കിൽ സെർബിയൻ ദിനാർ. യൂറോപ്പിന്റെ ഭാഗമായിരുന്നാലും രാജ്യം ഇതുവരെ യൂറോ സ്വീകരിച്ചിട്ടില്ല. വിദ്യാഭ്യാസവും ഇവിടെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സർവകലാശാലയിലും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. ബെൽഗ്രേഡ് സർവകലാശാല രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. തൊഴിൽ മേഖലയിൽ നിർമ്മാണം, കൃഷി, സേവന മേഖല, IT, ഓട്ടോമൊബൈൽ വ്യവസായം തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് IT മേഖലയിലും ടെക്നോളജി രംഗത്തും സെർബിയ കഴിഞ്ഞ വർഷങ്ങളിൽ ശ്രദ്ധേയമായ വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത്. എന്നാൽ സെർബിയ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ജനങ്ങളെയും അവിടുത്തെ ജീവിത രീതിയും അറിയണം. സെർബിയൻ ജനത പൊതുവെ കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദത്തിനും ആതിഥ്യ മര്യാദയ്ക്കും വലിയ വില നൽകുന്നവരാണ്. ഒരു കാപ്പിയോടൊപ്പം മണിക്കൂറുകളോളം സംസാരിക്കുന്നതിനും സൗഹൃദങ്ങൾക്കായി സമയം ചെലവഴിക്കുന്നതിനും ഇവിടുത്തെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ്. വൈകുന്നേരം ഏകദേശം 8 മണിയോട് കൂടി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. രാവിലെ തന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന മെക്യൂർ ബെൽഗ്രേഡ് ഹോസ്റ്റലിൽ നിന്ന് യാത്ര പറഞ്ഞു. ഒരു യാത്രയിൽ ഹോട്ടൽ എന്നത് വെറും ഒരു താമസ സ്ഥലം മാത്രമല്ല. തിരക്കേറിയ യാത്രയ്ക്കിടയിൽ നമ്മൾ വിശ്രമിച്ച ഒരു രാത്രിയാണെങ്കിലും സ്വന്തം വീട് പോലെ തോന്നിയ ഒരു ഇടം കൂടിയാണ് ഇതെല്ലാം. ചെക്കൗട്ട് പൂർത്തിയാക്കി ബാഗുകളെല്ലാം ബസ്സിൽ കയറ്റി സെർബിയയിലെ പുതിയ കാഴ്ചകൾ തേടി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ബെൽഗ്രേഡിന്റെ നഗരവീഥികളിലൂടെ ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ ജനജീവിതത്തിന്റെ തിരക്കുകളും പഴയ കെട്ടിടങ്ങളും ആധുനിക നഗരത്തിന്റെ മുഖവും ഓരോ കാഴ്ചയും ഞങ്ങൾക്ക് പുതിയ കൗതുകമായി തോന്നി. ബസ്സിൽ നിന്നിറങ്ങിയ ഞാൻ ക്യാമറയും പിടിച്ച് ആവേശത്തോടെ നടത്താൻ തുടങ്ങി. കാരണം ഒരു നഗരത്തെ ശരിക്കും അറിയണമെങ്കിൽ അതിൻ്റെ റോഡുകളിലൂടെ നടക്കണം, ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കണം, ചരിത്രത്തെ തൊട്ടറിയണം. അങ്ങനെ സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിലെ ഞങ്ങളുടെ വാക്കിംഗ് ടൂർ ഇവിടെ ആരംഭിക്കുന്നു. മുന്നിൽ കാത്തിരിക്കുന്നത് പഴയ കോട്ടകളും യുദ്ധത്തിൻ്റെ ഓർമ്മകളും ചരിത്ര സ്മാരകങ്ങളും 2 മഹാനദികൾ ഒന്നിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളും. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലോക്കൽ ഗൈഡ് ജെയിംസ് ചരിത്ര സംഭവങ്ങളെല്ലാം വിശദമായി തന്നെ ഞങ്ങൾ വിവരിച്ചു തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് ബെൽഗ്രേഡ് ഫോർട്രീസ് അല്ലെങ്കിൽ കലമെങ് ഡാം എന്നറിയപ്പെടുന്ന വിശാലമായ കോട്ട പാർക്കിൻ സമുച്ചയത്തിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഈ സ്ഥലം തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമായിരുന്നു. റോമാക്കാരും ബെസ്നിയൻകാരും സെർബിയൻ ഭരണാധികാരികളും ഓട്ടോമൻ തുർക്കികളും ഓസ്ട്രിയക്കാരും പല കാലഘട്ടങ്ങളിലായി ഈ കോട്ടയെ പണിതും തകർത്തും വീണ്ടും പണിതുമാണ് ഇന്നത്തെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നടന്നു പോകുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ആ പഴക്കമേറിയ കോട്ട മതിലുകളാണ്. കണ്ടില്ലേ അതിൻ്റെ എല്ലാം കാഴ്ചകൾ. ഇതെല്ലാം തന്നെ ഞങ്ങളുടെ ലോക്കൽ ഗൈഡ് ഞങ്ങൾക്ക് വിശദമായിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. കല്ലുകൾക്ക് പോലും ഒരു ചരിത്രം പറയാനുണ്ടെന്ന് തോന്നും. ഒരു കാലത്ത് ശത്രുവിനെ തടയാൻ ഉയർത്തിയ ഈ മതിലുകൾക്ക് ഇന്ന് സഞ്ചാരികളുടെ, അതായത് ഞങ്ങളെപ്പോലെയുള്ളവരുടെ കാൽപ്പാടുകളാണ് സാക്ഷ്യം. അതിനടുത്ത് തന്നെ കാണാം മിലിറ്ററി മ്യൂസിയം. 1878 സ്ഥാപിതമായ ഈ മ്യൂസിയം സെർബിയയിലെ സൈനിക ചരിത്രത്തിൻ്റെ ഒരു വലിയ രേഖയാണ്. പുരാതന ആയുധങ്ങൾ മുതൽ വിവിധ കാലഘട്ടങ്ങളിലെ യുദ്ധോപകരണങ്ങളും യൂണിഫോമുകളും പതാകകളും ഇവിടെ
വളരെ സൂക്ഷ്മമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് മ്യൂസിയത്തിന് പുറത്തുള്ള കാഴ്ചകളാണ്. പീരങ്കികൾ, ടാങ്കുകൾ, മിസൈലുകൾ, പഴയ യുദ്ധോപകരണങ്ങൾ. ഒരിക്കൽ യുദ്ധഭൂമിയിൽ ഭയത്തിന്റെ പ്രതീകങ്ങളായിരുന്ന ഇവ ഇന്ന് ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷികളായി ഇവിടെ നിൽക്കുന്നു. യുദ്ധത്തിന്റെ ശക്തി കാണിക്കുന്നതിനോടൊപ്പം തന്നെ യുദ്ധം മനുഷ്യരാശിക്ക് സമ്മാനിച്ച നാശത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഇവയെല്ലാം. പച്ചപ്പും മരങ്ങളും നിറഞ്ഞ ഈ പാർക്ക്, ഒരു കാലത്ത് യുദ്ധത്തിനായി തയ്യാറെടുത്തിരുന്ന ഈ ഭൂമി ഇന്ന് ബെൽഗ്രേഡുകാരുടെ വിശ്രമത്തിൻ്റെയും സഞ്ചാരത്തിൻ്റെയും ഇടം കൂടിയാണ്. അതിനുശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് രണ്ട് മഹാനദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഒന്നായിരുന്നു അത്. സാവ നദിയും ഡാന്യൂബ് നദിയും. ബാൾക്കൻ പ്രദേശത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകിയെത്തുന്ന സാവ ഇവിടെ എത്തി യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ ഡാബ്യൂനിയിൽ ലയിക്കുന്നു. നൂറ്റാണ്ടുകളായി രണ്ടു നദികളുടെയും സംഗമസ്ഥാനം ബെൽഗ്രേഡിൻ്റെ ചരിത്രത്തിലും വളർച്ചയിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യാപാരത്തിനും യാത്രയ്ക്കും പ്രതിരോധത്തിനും ഈ നദികൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന വെറും ഒരു നദിയല്ല, ഒഴുകിപ്പോയ നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. ഒരു വശത്ത് ചരിത്രപ്രസിദ്ധമായ ബെൽഗ്രേഡ് മതിലുകൾ, താഴെ ശാന്തമായി ഒഴുകുന്ന രണ്ട് മഹാനദികൾ, അതിനപ്പുറം ആധുനിക ബെൽഗ്രേഡ് നഗരവും. ചരിത്രവും പ്രകൃതിയും ആധുനികതയും ഒരേ ഫ്രെയിമിൽ. അങ്ങനെ ചരിത്രത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ എത്തിച്ചേർന്നത് മറ്റൊരു പ്രധാന സ്മാരകത്തിന് മുന്നിലാണ്. ഫ്രാൻസിനായിട്ടുള്ള നന്ദിയുടെ സ്മാരകം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സെർബിയയ്ക്ക് ഫ്രാൻസ് നൽകിയ പിന്തുണയുടെയും ഇരു രാജ്യങ്ങളുടെയും തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെയും ഓർമ്മയ്ക്കായി പ്രശസ്ത ശില്പി ഇവാൻ മെസ്ട്രോവിക് രൂപകൽപ്പന ചെയ്ത് ഈ സ്മാരകം 1930 നവംബർ 11 അനാവരണം ചെയ്തത്. സ്മാരകത്തിലെ ഫ്രാൻസിലെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീരൂപം സഹായത്തിനായി മുന്നോട്ട് നീളുന്ന ഒരു കൈ പോലെ തോന്നുന്നു. ആയിരക്കണക്കിന് വിദേശ സഞ്ചാരികളാണ് ഈ പ്രദേശത്ത് വരികയും ഈ സ്മാരകം സന്ദർശിക്കുകയും ചെയ്യുന്നത്. നടന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് സെർബിയൻ യാത്രയുടെ ഓർമ്മയ്ക്കായി ചെറിയ ചെറിയ വസ്തുക്കൾ വിൽക്കുന്ന ഒരു സുവനീർ മാർക്കറ്റിലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരെല്ലാം അതിനാവശ്യമുള്ളതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം മാർക്കറ്റിനോട് തന്നെ ചേർന്ന് തന്നെ നിറയെ ഇടത്തരം മരങ്ങൾ വളർന്നു നിൽക്കുന്ന ശാന്തമായ ഒരു പാർക്ക് പ്രദേശത്തേക്കാണ് ഞങ്ങളെല്ലാം കൂടെ മാറി നിന്നത്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും അല്പം മാറി തണൽ വിരിച്ച മരങ്ങൾക്കിടയിലൂടെ കാറ്റും ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഒത്തുകൂടി. ഇതിനിടെ ഞങ്ങളുടെ ഗൈഡ് സെർബിയയെയും ബെൽഗ്രേഡിൻ്റെയും ചരിത്രമെല്ലാം ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. ചിലർ മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തിക്കൊണ്ടേയിരുന്നു. മറ്റു ചിലർ ഗൈഡിനോട് സംശയങ്ങൾ ചോദിക്കുന്നു. നടത്തവും കാഴ്ചകളും ചരിത്ര വിവരണങ്ങളുമായി കുറച്ചു സമയം പിന്നിട്ടപ്പോൾ വിശപ്പ് ഞങ്ങളെ ഓർമ്മപ്പെടുത്താൻ തുടങ്ങി. ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ എത്തിയത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ബാൾക്കൻ രാജ്യങ്ങളിലൂടെ ദിവസങ്ങളായി യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായ രുചികളും ഭക്ഷണ രീതികളും പരിചയപ്പെടുന്നത് യാത്രയുടെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ സ്വന്തം നാട്ടിലെ മസാലയുടെ മണം ഒന്ന് മൂക്കിലെത്തുമ്പോൾ നമ്മുടെ നാടിനെ ഓർമ്മ വരാതിരിക്കുമോ? ചെറുകറികളും പരിചിതമായ ഇന്ത്യൻ രുചികളും യാത്രക്കിടയിൽ ഒരു നിമിഷത്തേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ബെൽഗ്രേഡിൻ്റെ നഗര തിരക്കിൽ നിന്നും പതുക്കെ പുറത്തേക്ക് കടന്നപ്പോൾ സെർബിയയുടെ മറ്റൊരു മുഖം ഞങ്ങളുടെ മുൻപിൽ തെളിയാൻ തുടങ്ങി. നഗരത്തിലെ ഉയർന്ന കെട്ടിടങ്ങൾ പിന്നിലാക്കി ഇനി കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പച്ചപ്പറന്ന വയലുകളും വിശാലമായ കൃഷിയിടങ്ങളും, റോഡിൻ്റെ ഇരുവശങ്ങളിലും കൃഷി ചെയ്യുന്ന ഭൂമികൾ, അതിനിടയിൽ ചെറിയ ഗ്രാമങ്ങളും ചുവന്ന മേൽക്കൂരയുള്ള വീടുകളും. സെർബിയയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷിക്ക് വലിയ സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ഗോതമ്പ്, ചോളം, സൂര്യകാന്തി തുടങ്ങിയ വിളകൾ ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യുന്നു. റോഡിന്റെ ഇരുവശത്തുമുള്ള ഈ വിശാലമായ ഭൂപ്രകൃതി കാണുമ്പോൾ സെർബിയയെ ബാൾക്കൻസിന്റെ കാർഷിക ഹൃദയം എന്ന് വിളിക്കുന്നതിന്റെ കാരണം വ്യക്തമായിട്ട് മനസ്സിലായി. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കണ്ട കാഴ്ചകൾ ശരിക്കും ആകർഷിച്ചു. വിശാലമായ ഒരു ചത്വരം, ചുറ്റും മനോഹരമായ പഴയ കെട്ടിടങ്ങൾ, തിരക്കേറിയ നഗരജീവിതം, അതിനിടയിൽ ചരിത്രം വിളിച്ചു പറയുന്ന വാസ്തുവിദ്യ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഫ്രീഡം സ്ക്വയർ എന്നറിയപ്പെടുന്ന നോവി സാഡിൻ്റെ പ്രധാന ചത്വരത്തിലാണ്. സമയം ഞങ്ങളെ കാത്തു നിൽക്കുന്നില്ല. നോവി സാഡിൻ്റെ കാഴ്ചകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക്. ഇനി ലക്ഷ്യം സെർബിയ ഹംഗറി അതിർത്തി. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും പതിയെ അകന്നപ്പോൾ ബസ്സിൻ്റെ ജനലിലൂടെ കാണുന്നത് സെർബിയയുടെ ഗ്രാമീണ ഭംഗി. വിശാലമായ കൃഷിയിടങ്ങൾ, പച്ചപ്പാർന്ന വയലുകൾ, ആങ്ങിങ്ങായി കാണുന്ന ചെറിയ ഗ്രാമങ്ങൾ. യൂറോപ്പിൻ്റെ ഒരു മണ്ണിൻ്റെ ലാളിത്യവും സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര മുന്നോട്ട് നീങ്ങി. ഒരു രാജ്യം പിന്നിലാക്കി മറ്റൊരു രാജ്യത്തിലേക്ക്. നമ്മുടെ ബാൾക്കൻ യാത്രയിലെ മറ്റൊരു അതിർത്തി കടക്കാൻ ഇനി അധിക ദൂരമില്ല.
അങ്ങനെ ഒടുവിൽ ഞങ്ങൾ സെർബിയ ഹംഗറി അതിർത്തിയിലെത്തി. ഇനി യാത്രയുടെ ഒരു പ്രധാന ഘട്ടം സെർബിയയിൽ നിന്നുള്ള എക്സിറ്റ് ഫോർമാലിറ്റീസ് ആണ്. സമയം സന്ധ്യയോടടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടി ശ്രദ്ധയോടെ പാസ്പോർട്ടും ആവശ്യമായ രേഖകളും എല്ലാം നേരത്തെ തന്നെ കയ്യിൽ തയ്യാറാക്കി വെച്ചു. പാസ്പോർട്ട് ചെക്കിംഗ്, ഇമിഗ്രേഷൻ ക്ലിയറൻസ്, ചിലപ്പോൾ ഫേസ് ഡിറ്റക്ഷൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ. തുടർന്നുള്ള ഭാഗങ്ങളും ഹംഗറിയിലെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.